ഒരു ബ്ലൈൻഡ് ബിലീഫിന് കയറടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. സോ സീറോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആംബിയർ ഉണ്ടാവും. ആ ആംബിയറിനെ പൊന്തി വരുള്ളൂ, അല്ലാണ്ട് ഒരാൾ പൊന്തി വരില്ല. സോ ജീവിതത്തിൽ വിജയിച്ച 50% ആൾക്കാരും ഇല്ലായ്മ ആൾക്കാരാണ്. അവരെ വിജയം കേൾക്കുമ്പോൾ നമ്മൾ ത്രില്ലാവണ്ടേ. കാശുള്ള കാശുണ്ടാക്കുമ്പോൾ എന്ത് സന്തോഷം, ഇല്ലാത്തുണ്ടാക്കുമ്പോൾ എന്ത് സന്തോഷം ഉണ്ടെന്ന്. മധ്യേര എന്ന് പറയുന്ന ഒരു സ്കൂളില് ഒരു വികൃതി പയ്യൻ ഉണ്ടായിരുന്നു. അവൻ ക്ലാസ്സിൽ പഠിക്കാൻ മോശമായതുകൊണ്ട് ടീച്ചർ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാത്ത സമയം വന്നപ്പോ അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാണ്. ടീച്ചർക്ക് സന്തോഷമായി, കാരണം ഇവനെ കൊണ്ട് തലവേദനയാണ്. പുറത്താക്കുന്ന ദിവസം ടീച്ചർ പറഞ്ഞു, അവിയറ നിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ പോവാണ്, ഫീസ് അടച്ചിട്ട് വന്നാ മതി, നീ വല്ല മീൻ വിൽക്കാൻ പോ, അത് കിട്ടുന്ന കാശ് കൊണ്ട് വന്ന് ഫീസ് അടക്കേ, വേണമെങ്കിൽ നിന്റെ അച്ഛനെ ഒപ്പം കൂട്ടിക്കോളാൻ പറഞ്ഞു. ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ വിഷമില്ല, കാരണം അവന് പഠിക്കാൻ ഇഷ്ടമില്ല. പക്ഷെ സ്വന്തം അച്ഛനും കൂടി ഒപ്പം കൂട്ടാൻ പറഞ്ഞപ്പോ അതവന് ഇഷ്ടായില്ല. ഇരുന്നേരത്തെ കസേര എണീറ്റ് നിന്നിട്ട് ആ കസേര എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചിട്ടാവും പറഞ്ഞു, ടീച്ചറെ എന്റെ അച്ഛനെ വിളിച്ച് മാറ്റി പറയുന്ന ഒരു ദിവസം വരും, മറക്കണ്ടെന്ന് പറഞ്ഞു. അവൻ പോയി. വർഷങ്ങൾക്ക് ശേഷം സുഹൃത്തെ, ആ ടീച്ചർ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കുന്ന സമയത്ത് സ്കൂൾ നഷ്ടത്തിൽ വെച്ചപ്പോ സ്കൂളിൽ ഇരിക്കാൻ വെച്ചു. അന്ന് ഇവന്റെ പേഴ്സണൽ സെക്രട്ടറി വിളിച്ചു, ഞങ്ങൾ ഈ സ്കൂൾ വാങ്ങാൻ തയ്യാറാണ്. അവ സ്കൂൾ വാങ്ങാൻ തന്നെ ഞാൻ അത്ഭുതപ്പെടുത്തിയത്. അവൾ സ്കൂൾ വാങ്ങാൻ വേണ്ടിയിട്ട് തിരിച്ച് അവന്റെ പട്ടണത്തിലേക്ക് വരുമ്പോ അവൻ ഫ്ലൈറ്റ് ചെയ്ത് വരികയാണ്. ഫ്ലൈറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റിന്റെ വിൻഡോ കൂടെ അവൻ എയർപോർട്ടിലേക്ക് ഒന്ന് നോക്കി. അന്ന് എയർപോർട്ടിന് അവന്റെ പേരായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. അതിന് കയറിയത് ഇവിടെ കാശില്ലാണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന പയ്യൻ എയർപോർട്ടിന് പേരിട്ടു. ഈ സാധനം ഞാൻ യൂട്യൂബിൽ കേട്ട സമയത്ത് ഞാനും ചെയ്ത് ഒരുമിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തൃശ്ശൂർ എയർപോർട്ട് വരെ ഭാഗ്യം ചെയ്യാം. അല്ല നമ്മുടെയൊക്കെ പേരുള്ള ടൈം ഉണ്ടല്ലോ, സമയമുണ്ട്. ഇവിടെ ചലഞ്ച് തന്നെയാണ്, തോൽക്കൊരു പേടിയില്ല. നമ്മൾ ആരും പേടിക്കണേ? എന്നെ ഇഷ്ടമായ ആൾക്കാരെ നെഗറ്റീവ് ഉണ്ട്, ഞാൻ മൈൻഡ് ചെയ്യാറില്ലല്ലോ. നമ്മളങ്ങനെ പേടിക്കണേ? സുഖ ലൈഫിൽ ഒന്നും നഷ്ടപ്പെടാനുള്ളേ. ആകെ ഒരു 7,000-7,100 പ്രൊഡക്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്താ പോവുള്ളേ? നത്തിങ്. പക്ഷെ നേടാൻ ഒരുപാടുണ്ട്. അവിടെയാണ് മൈൻഡ് സെറ്റ്. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആംബിയർ കാണിക്കുമ്പോ മുന്നോട്ട് പോകുന്ന മൈൻഡ് സെറ്റ് കാണിക്കണം. ആദ്യത്തെ ഒരു 6 മാസം 7 മാസം 8 മാസം ടഫാണ്. നിങ്ങളെ പറ്റി ആരും പറയില്ല, പക്ഷെ പറയിപ്പിക്കണം. അതൊരു ചലഞ്ചാണ്. നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോ ചെറിയ എഫേർട്ട് ഒക്കെ ഇടണം. സുഹൃത്ത്, കഷ്ടപ്പെടാണ്ട് നേടുമ്പോ എന്താ സുഖമുള്ളത്. ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെടണം, എനിക്ക് ത്രില്ല്. എന്നെ നെഗറ്റീവ് പറഞ്ഞ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്, ഇന്നും പറയുന്ന ആൾക്കാരുണ്ട്. അത് വേറെ. എന്റെ നാട്ടിലൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവന് കള്ളക്കടത്താണ്, അല്ലാണ്ട് സോപ്പ് വെച്ചിട്ടൊക്കെ എങ്ങനെ ലാൻഡ് ക്രൂസിൽ കിട്ടാണ്. അതൊരു ഗവേഷണമാണ്. എന്നാണ് ഞാൻ തുറന്നു പറയും. ഞാൻ എന്റെ സ്റ്റേഷൻ അതിർത്തി വരുന്ന അന്തിക്കാടാണ്. അന്തിക്കാട് എസ് ഐ നടനെ വിളിപ്പിച്ചു, ഞാൻ പോയി. അല്ല, താങ്കൾ കോടികളിലെ അഴിമതി നടത്തുന്ന ഒരു റൂമൊക്കെ കിട്ടിയെന്ന് ആരിട്ട് പോയില്ലാണ്. എത്ര നല്ല നാട്ടുകാരല്ലേ, സമ്മതിക്കണം. അപ്പൊ ആൾ പറഞ്ഞു, കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, കാരണം പേരും അഡ്രസ്സും ഇല്ലല്ലോ. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാനൊരു യൂട്യൂബ് വീഡിയോ കൊടുത്തു. അപ്പോൾ കണ്ടിട്ട് പറഞ്ഞു, നല്ല മോട്ടിവേഷൻ ആട്ടെ. ഞാൻ പറഞ്ഞു താങ്ക് യു. ആൾക്കാർ മോട്ടിവേറ്റ് ആവട്ടെ അല്ലേ? സോ നമുക്കെന്താ പേടിക്കണം? ഞാൻ ഫുൾ ത്രില്ലാണ്. ആ ഒരു ഇമ്പാക്ട് കളയുന്ന ലൈഫില് നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല. അടുത്ത ലെവലിലേക്ക് കയറി പോണ്ടേ. ആൾക്കാർ വിചാരം നമ്മളൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. ഒരു സാധാരണ സ്കൂൾ മാസ്റ്റർ മോനൊരു ആൻഡ്രൂസ് എടുത്ത് അവസാനിപ്പിക്കുന്നതാണ് തോന്നലാണ്. നമ്മളൊക്കെ അടുത്ത ലെവൽ അടി തുടങ്ങാൻ പോണല്ലോ അല്ലേ? ഞാൻ തോന്നുന്നു പറയാ, നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടണം. ഇല്ലെങ്കിൽ പോയി ലോകത്ത് വേറെ ആർക്കും നമ്മൾ ഇഷ്ടമല്ലെന്ന് നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. കണ്ണാടി നോക്കി പോയിട്ട് ഇന്നേലും പോയിട്ട് പറയാം ഞാൻ പുലിയാന്ന്. നാട്ടുകാർ പറയില്ലല്ലോ, നമ്മളേലും പറയും. ഞാൻ അങ്ങനെ തുടങ്ങിയത്. നാട്ടുകാർ മുഴുവൻ നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ കണ്ണാടി നോക്കി പറയും, അനീഷ നീ പുലിയാണ്ടാന്ന്. പുറത്തേക്ക് അടിക്കാൻ ആരില്ലാത്തത് ഞാൻ ചെയ്യും, ഞാൻ തന്നെ കൈകൊണ്ടടിക്കും. സൂപ്പറാ, അവിടെ നിന്ന് തുടങ്ങണേ. 10 വയസ്സിന് വരുമാനമില്ല സമയത്ത് തുറന്നു പറയാ. ആദ്യമായിട്ട് പേൾ റീജൻസിന്റെ മീറ്റിംഗ് വരുമ്പോഴേ ബെൻസിലല്ലാട്ടോ വന്നേ. ഞാന് ഒരു റോയൽ എൻഫീൽഡ് ബൈക്കുമേ പറഞ്ഞേ. കോടികളെ വർത്തനം കഴിഞ്ഞ ആൾക്കാർ പുറത്തുമ്പോഴേ ബുള്ളറ്റ് സ്റ്റാർട്ടിങ് പോട്ടെ. ആൾക്കാരുടെ നോട്ടുണ്ട്, നീയാണ് ഈ വക വർത്താനം കൂടെ എന്ന് പറഞ്ഞായിരുന്നേ. അന്ന് വിഷമില്ല, കാരണം അറിയും നമ്മുടെ മൈൻഡ് അന്ന് റിച്ചാ. ചെറിയ മൈൻഡ് ഒന്നും എനിക്കില്ല. സോ ലൈഫ് ഒന്നല്ലോ, തോൽക്കണേ. നമ്മൾ ആരും പേടിക്കണേ? എന്നീ ടെൻഷനും പ്രാരാബ്ദം അനുഭവിച്ചു കിടക്കണായിട്ട് നല്ലത് ഒരു ചലഞ്ചായിട്ട് ഇറങ്ങണല്ലേ. തോൽക്കണെങ്കിൽ ഒരു രസമില്ലേ? PT ഉഷ ഇന്ത്യക്ക് വേണ്ടി ഒരു അവാർഡ് മേടിച്ചു തന്നിട്ടില്ല, ഒരു മെഡൽ നേടിയിട്ടില്ല. പക്ഷെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനെ 3ാം സ്ഥാനം നഷ്ടപ്പെട്ടു. എന്നിട്ട് ഇന്ത്യക്കാർ അത്ലറ്റിന്റെ പേര് പറയുമ്പോ PT ഉഷയുടെ പേര് പറയാനുള്ള കാര്യം, ആ ഇംഗ്ലീഷുകാരിയെ ജയിക്കുന്ന ഉറപ്പിച്ച് അഹങ്കാരം കാണിച്ചിരുന്ന ഇംഗ്ലീഷുകാരിയെ ലാസ്റ്റ് വരെ ഉറപ്പിച്ചിട്ട് അവൾക്ക് വെങ്കലമട ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ബോർഡിൽ നോക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയെടുത്തു PT ഉഷ. അതുകൊണ്ട് നമ്മളൊക്കെ കൈയടിച്ച് ഗ്രേറ്റ് എന്ന് പറഞ്ഞേ തോറ്റോട്ടെ സുഹൃത്തെ. വെറുപ്പ്
നമുക്കൊന്ന് എന്താ പറയാ വിറപ്പിക്കാൻ പറ്റിയ പോലെ. അതൊക്കെയല്ലേ രസം. ഇതതിന് ചില ആൾക്കാരുണ്ട്, കാശുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിൽ പറയാം, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ. 2.5 കൊല്ലം മുമ്പ് ഇതേപോലെ നടന്നാട്ടോ ഞാൻ അല്ലേ. അല്ലാണ്ട് എന്റെ അച്ഛൻ റോൾസ് റോയ്സ് അല്ല മേടിച്ചെന്ന് എനിക്ക് പറയണ. ഞാനൊക്കെ കോളേജ് പോകുമ്പോഴല്ല എന്റെ ഒരു ബൈക്ക് പോലും ഇല്ല. എല്ലാ പിള്ളേരും പൾസറും എന്താണ് സൈലൻസറൊക്കെ വെച്ച് പൊട്ടിച്ചിട്ട് വരും. എന്റെ കൂട്ടുകാരുണ്ട് സജന, അവന്റെ അത് ബുള്ളറ്റാ. എനിക്ക് മനസ്സിലായി ബുള്ളറ്റ് ബൈക്കിലാണ്ട് പിടിച്ചിക്കാൻ പറ്റില്ല. ഒരു കളർ നമുക്ക് കിട്ടുന്നില്ലേ, പിടിക്കുന്ന കുട്ടികളും കൂടെ അപ്പുറത്തേക്ക് പോണേ. ഞാൻ അവസാനം തീരുമാനിച്ചു ബൈക്കിലാണ്ട് മുന്നോട്ട് പോയില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് അച്ഛനോട് എന്ത് പറഞ്ഞു, ഈ കാര്യം പറയാൻ കിട്ടില്ലല്ലോ. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ 3 ബസ് കയറിയിട്ടാ പോണേ, പഠിപ്പ് നടക്കുന്നില്ല, ബൈക്ക് അർജന്റാണ്. പൾസർ പറഞ്ഞ് കിട്ടില്ല എനിക്കറിയാം. ഞാൻ പറഞ്ഞു പാഷൻ ബസ് മതി തൽക്കാലം, കുഴപ്പമില്ല കിട്ടട്ടത്. അച്ഛനോട് മേടിച്ചില്ല എന്ന് പറഞ്ഞില്ല. അച്ഛൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, അനീഷ് വീടിന്റെ വാടക, കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, ചേച്ചിയുടെ പഠിപ്പ്, നിന്റെ പഠിപ്പ് ഞാൻ കൂട്ടുന്നില്ല, ചേച്ചിയുടെ കല്യാണം, ഇതൊക്കെ വരുന്നുണ്ട്, എന്താ വേണ്ടേ. ഞാൻ അച്ഛനോട് പറഞ്ഞേ ബൈക്ക് വേണ്ട, ചോറ് മതി, കുഴപ്പമില്ല, ചോറിട്ടുണ്ടല്ലോ അത് മതി, കുഴപ്പമില്ല. സുധാ അവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് ആൾക്കാർക്ക് തമാശയാണ്, പക്ഷെ അന്നൊക്കെ നമ്മൾ തീയ. അവിടെ നിന്ന് എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഒറ്റ പൈറ്റുള്ളൂ, അടുത്ത റേഞ്ചിലേക്ക് സ്മാർട്ട് എത്തിക്കണം, ലൈഫ് ചേഞ്ച് ആവണം. കണ്ണടച്ച് വിശ്വസിച്ചു. നാട്ടുകാർ കൂടെ പറഞ്ഞു ഓൺലൈൻ ഷോപ്പിൽ വരില്ലാന്ന്. പക്ഷെ ഞാൻ ഈ മനുഷ്യനെ വിശ്വസിച്ചു. കാരണം എന്താ അറിയോ, അന്ന് അശോക് ബാബു സാർ എനിക്ക് വല്ലാണ്ട് അറിഞ്ഞിട്ടല്ല, ദൈവതുല്യായിട്ട് കണ്ടിട്ടൊന്നല്ല. കാരണം ഈ മനുഷ്യനും കൂടി ചോദിച്ചാൽ കഴിഞ്ഞു. ലോകത്ത് ആകെ ഒരാളെ വിശ്വസിക്കണം എനിക്ക്, ഇയാളെ മാത്രം, വേറെ ആരുമില്ല. എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം പഠിപ്പിച്ച ടീച്ചർമാരും കൂടെ നന്നാവില്ല എന്ന് പറഞ്ഞു, വീട്ടുകാർ നന്നാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആളെന്നോട് പറഞ്ഞു നീ മിടുക്കനാടാ. ലൈഫ് പറയാ, നമ്മളെ തിരിച്ചറിഞ്ഞൊരു ദിവസം വരും. ലൈഫിൽ ഒരു ബാധ കൂട്ടിമുട്ടി വരുമ്പോ, കഷ്ടപ്പാട് വരുമ്പോ, വീണെന്ന് തോന്നുന്ന സമയത്ത് അവിടെ നിന്ന് തിരിച്ചു കയറാനുള്ള ആംബിയർ ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയും, കുതിക്കുമ്പോഴാണ് ആത്മവിശ്വാസം, കിതയ്ക്കുമ്പോഴാണ്. നഷ്ടപ്പെട്ടത് ചുറ്റും മുഴുവൻ പറയുമ്പോ, സച്ചിൻ പറഞ്ഞ പോലെ നമുക്കെതിരെ ആളുകൾ കല്ലെറിയുമ്പോ ആ കല്ല് കൂട്ടി വെച്ചിട്ട് ഒരു കൊട്ടാരം പണിയുന്നവരാണ് ചാമ്പ്യൻ. ആ ഒരു ആംബിയർ നമുക്ക് ഉണ്ടാവണം. സ്മാർട്ട് അതിനുള്ളതാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ഞാനൊക്കെ ത്രില്ലാണ്. 2019 ആവട്ടോടെ ഓൺലൈൻ ഷോപ്പിലേക്ക് അടുത്ത റേഞ്ചിലേക്ക് എത്തിക്കട്ടെ. തീ പാറിക്കും നമ്മള്, ഒരു സംശയം വേണ്ട. ഞാനൊക്കെ ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ്. നമുക്ക് സംഭവം ആവണ്ടേ. എന്റെ ഒരു തോട്ടതാണ്. ചില ആൾക്കാർ പറയും അനീഷിനെ കുറിച്ച് അഹങ്കാരം കൂടി ഉണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞോളൂ, 2.5 കൊല്ലം മുമ്പ് അരിമ്പൂര് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ലിഫ്റ്റ് തരാൻ ഒരാളില്ലേ. അന്ന് ഞാൻ അഹങ്കരിച്ചില്ലല്ലോ. ഇപ്പൊ കുറച്ച് അഹങ്കരിക്കേണ്ട രസമല്ലേ. എന്നൊക്കെ തള്ളി പറഞ്ഞ ആൾക്കാരോട് ഇനി ഒന്നും ചെയ്യത്തില്ല. ലാൻഡ് ക്രൂസറായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അന്ന് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പോഴും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ക്ലാസ് ഇറക്കും, ഹായ്. അപ്പൊ അവര് ടൗണിലേക്ക് വരുമെന്ന് ചോദിക്കാനാണ്. അല്ല തിരക്കാട്ടോ, എന്താ കാണാത്ത. ആ ക്ലാസ്സിൽ കയറ്റി. അപ്പൊ അവരുടെ മോൻ കാണുമ്പോൾ തൃപ്തി ഉണ്ടല്ലോ. ഒരു 4 ലാംഗ്വേജ്